സുഹൃത്തുക്കളെ, ഒരു ദിവസം ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വർക്കെന്ന് പറയുന്നത് പാക്കിങ് ചെയ്യാനാണ്. എനിക്ക് ഏകദേശം 1.5 മണിക്കൂറോളം എടുക്കും കേട്ടോ പാക്കിങ് ചെയ്യാൻ വേണ്ടി. മഴയുള്ള സമയത്താണെങ്കിൽ നല്ലതുപോലെ സമയം എടുക്കും. ഇന്നലെ മഴയുള്ള സമയമായിരുന്നു. അടിയിലൂടെ ഒരു വെള്ളച്ചാട്ടം നിന്ന് പാസ് ചെയ്ത് പോയത് കൊണ്ട് എല്ലാം വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, മെത്തയാണ് കേട്ടോ. കാറ്റടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാഗാണ്. നമുക്ക് നല്ല കുഷൻ ഫീലിംഗ് ഒക്കെ കിട്ടും കേട്ടോ. ഇതൊരു ബാഗാണ്, ഇതെൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ്. റെയിൻ കോട്ട് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങുന്ന ഒരു ബാഗാണെന്ന് പറയാം കേട്ടോ എൻ്റെത്. ഇതാണ് മെയിൻ ബാഗ് കേട്ടോ. ഇതിനകത്ത് വേണം എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കാൻ വേണ്ടി. ഏകദേശം 80 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണ് കേട്ടോ. ഇതാണ് ടെൻറ്റിൻ്റെ അകംഭാഗം. ഇന്നലെ മഴ വന്നപ്പം കണ്ടോ വെള്ളം വന്ന് കണ്ടോ, അടിയിലൂടെ വന്നതാണ്. നൈലോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. എന്നിട്ടും അടിയിലൂടെ വെള്ളം വന്നപ്പം കണ്ടോ ഒരു പരിമിതിയുണ്ട്. എന്തായാലും സന്തോഷം കേട്ടോ. 80% ഇന്നലെ രാത്രി മഴയും ഇടിയൊക്കെ ഉണ്ടായത്. എന്നിട്ട് ടെൻറ്റ് സർവൈവ് ചെയ്ത് നിന്നു. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇത് കണ്ടോ, കാഴ്ചകളൊക്കെ മനോഹരമാണ്. യാത്രയിലെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രം കേട്ടോ. ഇനി ഇവിടെ നിന്നൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത യാത്ര ചെയ്യാൻ വേണ്ടി. താഴ്ന്ന വണ്ടി കിട്ടുമോ നോക്കണം, ലിഫ്റ്റ് അടിച്ചെങ്കിലും താഴോട്ട് പോകാൻ നോക്കാം. എന്തായാലും സന്തോഷം. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. ഓരോരോ ഗ്രാമത്തിൽ കൂട്ടുകാരെ നമ്മൾ ആക്കിയെടുക്കണം. അതെന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളെ കൂട്ടുകാരൊക്കെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ.